എല്ലാവർക്കും നമസ്കാരം. യതിശയുടെ സ്പിരിറ്റ് ഓഫ് രാമ എന്നുള്ളതിൻ്റെ, അതായത് വാൽമീകി രാമായണം അടിസ്ഥാനപ്പെടുത്തി രാമായണത്തിൻ്റെ അടിത്തറയിൽ അതിൻ്റെ തത്വവിചാരത്തിലൂടെ ഒരു പര്യവേക്ഷണ യാത്രയാണ് ഈ ഒരു സീരീസ്. അതിലേക്കുള്ള 21ാം എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം ഹവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം. രാമ രാമ ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ വാൽമീകി രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ കഥാപാത്രങ്ങളുടെ തത്വങ്ങളും അവയുടെ പ്രതീകാത്മകമായ ദർശനങ്ങളും ഒക്കെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. ഈ എപ്പിസോഡിൽ നമ്മളിനി കഥാതന്തുവിലേക്കുള്ള യാത്ര തുടരുകയാണ്. ശരിക്കും രാമായണ രഹസ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ ജീവൻ മുക്തി നേടുക എന്നതാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ രഹസ്യം. 10 തലയുള്ള രാക്ഷസനായ ലങ്കയിലെ രാവണനെ വധിക്കുന്നത് മനസ്സിൻ്റെ 10 ദുഷ്ടവൃത്തികളായ രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംബ്, അതുപോലെ അഹങ്കാരം എന്നിവയുടെയൊക്കെ ഉന്മൂലനമാണ്. സീത എന്നുള്ളത് മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് അതിൻ്റെ തത്വങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായതാണ്. ശ്രീരാമൻ യഥാർത്ഥത്തിൽ ബ്രഹ്മത്തെ പ്രതിനിധീകരിക്കുന്നു. ബ്രഹ്മചൈതന്യമാകുന്ന നമ്മുടെ ശുദ്ധബോധത്തെ പ്രതിനിധീകരിക്കുമ്പോൾ സീത ഭർത്താവായ രാമനുമായി ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നത് നാം മനസ്സിലാക്കുന്നു. അതായത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ശുദ്ധബോധവും കോൺഷ്യസ്നെസ്സും അതുപോലെ തന്നെ നമ്മുടെ ജീവചൈതന്യവും, അതായത് എനർജിയും, ഇപ്പോൾ കോൺഷ്യസ് ആൻഡ് എനർജി ചേരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മളിൽ സൃഷ്ടിപരമായ, അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചം ഉണരുന്നത് തന്നെ, നമ്മുടെ ലോകം സൃഷ്ടി ആരംഭിക്കുന്നത് തന്നെ എന്നിലുള്ള ബോധവും ചൈതന്യവും ചേരുന്ന സമയത്താണ്. ശ്രീരാമനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിരന്തരമായ ധ്യാനവും വഴി മനസ്സ് ബ്രഹ്മതത്വത്തിൽ ലയിപ്പിക്കാൻ സാധിക്കും. രാമായണ പാരായണത്തിൻ്റെയൊക്കെ ഉദ്ദേശം നമ്മുടെ ശ്രീരാമനാകുന്ന നമ്മുടെ ബോധ മനസ്സിനെ, ശുദ്ധബോധത്തിനെ, അല്ലെങ്കിൽ ആ ശുദ്ധബോധ ചൈതന്യത്തെക്കുറിച്ച് മനനം ചെയ്ത് നമ്മുടെ മനസ്സിൽ ബ്രഹ്മതത്വം, ആ ഏകാഗ്രതയും നിരന്തരമായ ശ്രീരാമതത്വത്തിൻ്റെ ധ്യാനവും വഴി മനസ്സിൽ ബ്രഹ്മതത്വത്തെ
അല്ലെങ്കിൽ മനസ്സിനെ ബ്രഹ്മതത്വത്തിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ സൂക്ഷ്മമായ ദർശനം, അല്ലെങ്കിൽ രാമായണത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനുള്ള അറിവ് ഇതാണ്. 2 അക്ഷര മന്ത്രമാണ് അല്ലേ, നമ്മൾക്കറിയാം. ദ്വിഅക്ഷര മന്ത്രമാണ് രാമ. രകാരവും മകാരവും, രം മം. ശുദ്ധഭാവനയുമായിട്ട് ഈ രാമ എന്നുള്ള ആ ശുദ്ധഭാവനയുമായി നിരന്തരം ആവർത്തിക്കുകയും പൂർണ്ണമായ ഏകാഗ്രത മനസ്സിൻ്റെയും സമാധിയുടെയും നിയന്ത്രണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രമാണത്. ചിന്തിക്കുന്നവനും ചിന്തയും, ധ്യാനിക്കുന്നവന് ധ്യാനവും, ആരാധിക്കുന്നവന് ആരാധനയും, ഉപാസകന് ഉപാസ്യയും ഒക്കെ ഒന്നായി തീരുന്ന ആ ലയനാവസ്ഥ മനസ്സ് സദാ രാമനിൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളിൽ സംഭവിക്കുന്നത് അതാണ്. അതായത് ഏകത്വം, സമാനത. ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന എങ്ങനെയാണോ നമ്മൾ മനസ്സിൽ ചിന്തകൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്, യത് ഭാവം തത് ഭവതി എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ അതായിത്തീരുന്നു. മനസ്സ് രാമനുമായി സമാനമാകുമ്പോൾ ജീവൻ്റെ ഇച്ഛാശക്തി പ്രപഞ്ചത്തിൻ്റെ ഇച്ഛാശക്തിയാവുകയോ രാമൻ്റെ ഇച്ഛാശക്തിയുമായോ ലയിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ മന്ത്ര ചൈതന്യവും ഉപാസനയും ഭക്തിമാർഗത്തിൻ്റെ ഒക്കെ ആത്യന്തിക ലക്ഷ്യം അങ്ങനെ തന്നെയാണ്. മനസ്സിൻ്റെ ഒരു തലം, ഒരു മാനം, ഒരു ഡയമെൻഷൻ, അത് ഈശ്വരീയമായ ഡയമെൻഷൻ ആക്കുന്ന സമയത്ത് നമ്മളിൽ ആ ഈശ്വരീയമായ ഭാവങ്ങൾ ഉണരുന്നു. ആ സമയത്ത് ജീവാത്മാവ് എന്നുള്ള ആ പരിമിതമായ, ഇപ്പം ശൈവദർശനം പറയുന്ന 36 തത്വങ്ങളിൽ പരിമിതനായ ആ മനുഷ്യാത്മാവ് എന്ന ഭാവത്തിൽ നിന്ന് പ്രപഞ്ചബോധമാകുന്ന ഈശ്വരാത്മാവായി, അതായത് പശുവിൽ നിന്ന് പശുപതിയിലേക്കുള്ള യാത്ര, തന്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പശുവിൽ നിന്ന് പശുപതിയാവുന്ന യാത്ര. അങ്ങനെ രാമമന്ത്രം എല്ലാ മന്ത്രങ്ങളിലും ഏറ്റവും മികച്ചതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് പഞ്ചാക്ഷരത്തിൻ്റെയും അഷ്ടാക്ഷരത്തിൻ്റെയും സംയോജനമാണ്. ഓം നമോ നാരായണ എന്ന മന്ത്രത്തിൽ നിന്ന് രകാരം, അതുപോലെ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരിയിൽ നിന്ന് മകാരവും എടുത്ത് രാമ എന്ന മന്ത്രം രചിക്കുകയാണ്. അതായത് അഷ്ടാക്ഷരിയും ഓം നമോ നാരായണ എന്നുള്ള അഷ്ടാക്ഷരിയിൽ നിന്ന് രാ എന്നതും ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരിയിൽ നിന്ന് മകാരവും എടുത്ത് രാമ. അതിനാൽ തന്നെ ഈ മന്ത്രം വളരെ ശക്തമാണ്. മന്ത്രം ചെറുതാകുമ്പോൾ ഏകാഗ്രത വർദ്ധിക്കും. അതിനാൽ രാമമന്ത്രത്തിൻ്റെ ആവർത്തനം കൂടുതൽ ഏകാഗ്രതയ്ക്ക് കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കലിയിൽ രാമമന്ത്ര ജപമൊക്കെ ഇത്രയും ഫലവത്തായിട്ടും ശക്തിമത്തായിട്ടും ആളുകൾ പിന്തുടരുന്നത്. അങ്ങനെ ശ്രീരാമമന്ത്രത്തിൻ്റെ ആരാധനയിലൂടെയും ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയും ഒക്കെ മനസ്സിനെ യഥാർത്ഥ രാമസ്വരൂപത്തിലേക്ക് നമ്മൾ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇഷ്ടദേവത രാമൻ എന്ന്, ഇഷ്ടദേവതയായ രാമൻ ഈ വസ്തുക്കളിലൂടെ, അതായത് പ്രതിമകളിലൂടെയോ അല്ലെങ്കിൽ ഛായാചിത്രങ്ങളിലൂടെയോ ഒക്കെ നമ്മുടെ ആരാധനാ വിഷയത്തിലേക്ക് ഈ ഒരു രൂപത്തെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വിശുദ്ധിയിലൂടെ ആ വിഷയം ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിരന്തരമായ അഭ്യാസം വഴി മനസ്സ് മറ്റെല്ലാം ഒഴിവാക്കി ആ വസ്തുവിൽ, അതായത് ശ്രീരാമൻ എന്ന ആ ചിന്തയിലേക്ക് നിറഞ്ഞിരിക്കും. ഇപ്പം യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്ന രാമതത്വത്തിൽ രാമൻ വെറും ഒരു ഈശ്വര അവതാരം എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ, മനസ്സിൻ്റെ, അതായത് നമ്മുടെ ജീവാത്മാവിൻ്റെ പരിണാമയാത്രയിൽ ഈ പറയുന്ന കഥാപാത്രത്തെ വിളക്കി ചേർത്തതാണ് മഹർഷിമാർ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കഥാപാത്രങ്ങൾക്ക് അതീതമായി അത് വർത്തിക്കുന്ന തത്വത്തെ നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിൻ്റെ പരിണാമത്തിന് വേണ്ടി അത് ഉപയോഗിച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ ആ വസ്തുവിൽ നിറഞ്ഞിരിക്കും. ആ വിശുദ്ധിയിൽ നമ്മൾ സ്ഥിരമായി ഉറച്ചിരിക്കും. അശുദ്ധിയിലേക്ക് നമ്മൾ വഴിതെറ്റി പോവില്ല. മനസ്സ് നിലനിൽക്കുന്നിടത്തോളം കാലം അതിനെ ആശ്രയിക്കാൻ ഒരു വസ്തു ഉണ്ടായിരിക്കണം. മനുഷ്യ മനസ്സിൻ്റെ നിർമ്മിതി അങ്ങനെയാണ് പ്രകൃതി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധനയുടെ ലക്ഷ്യം ശുദ്ധമായ ഒരു വസ്തുവിനൊപ്പം മനസ്സിന് മുൻപിൽ ഒരു ശുദ്ധമായ ഒരു വസ്തു മനസ്സിന് മുൻപിൽ, മനസ്സിന് പ്രതീകവൽക്കരിക്കാൻ ആയി അതിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൻ്റെ തത്വം. ക്ഷേത്രത്തിൻ്റെ തത്വം ശരിക്കും ആ ഈശ്വരീയമായ തത്വത്തെ, അതിൻ്റെ ഗുണഗണങ്ങളെ ഒരു രൂപത്തിലേക്ക് ആവാഹിച്ച് അല്ലെങ്കിൽ ഒരു ചിത്രത്തിലേക്ക് ആവാഹിച്ച് ആ ചിത്രത്തെ ശിലയാക്കി ആ ശിലയിൽ
ക്ഷേത്രതന്ത്രിയുടെയോ അല്ലെങ്കിൽ ക്ഷേത്ര കലകളുടെയോ അടിസ്ഥാനത്തിൽ അതിന് ചൈതന്യം പകരുകയും ആ ചൈതന്യത്തെ അവിടുത്തെ ശാന്തിയോ അല്ലെങ്കിൽ ക്ഷേത്ര പൂജകനോ നിരന്തരം പൂജാകർമ്മങ്ങൾ വഴി ആ ചൈതന്യത്തിനെ പോഷിപ്പിക്കുകയോ ചെയ്യുന്നതാണ്. ഇതാണ് വാസ്തവത്തിൽ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ദർശിക്കുന്നത് ആ ഈശ്വര തത്വത്തെയാണ്. ആ ഈശ്വര തത്വം യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര തത്വത്തെ നമ്മുടെ ഋഷീശ്വരന്മാരൊരു രൂപത്തിലേക്ക്, ഒരു വസ്തുവിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ് വിഗ്രഹം വിശേഷേണ ഗ്രഹിക്കേണ്ടത്. അങ്ങനെ വിശേഷേണ ഗ്രഹിക്കേണ്ട തത്വങ്ങൾ എന്നിൽ എത്രത്തോളം അങ്കുരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അഭ്യാസമാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പ്രപഞ്ച തത്വം എന്നിൽ എത്രത്തോളം വിളങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു അളവാണ് യഥാർത്ഥത്തിൽ. ഓരോ ദർശനവും അത് എന്നിലുള്ള അതിൻ്റെ അളവിനെ കൂട്ടുവാനുള്ള ഒരു അഭ്യാസമാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്ര സന്ദർശനം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ ക്ഷേത്ര ദർശനം നേരെ വിപരീതമാണ്. നമ്മുടെ മനസ്സിൻ്റെ സങ്കടങ്ങളെ, ഭാരങ്ങളെ ഇറക്കി വയ്ക്കാൻ മാത്രമുള്ള ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ ഭാരങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ തന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഈശ്വരൻ ലോകത്ത് എവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ട്. അദ്ദേഹം എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഇതൊക്കെ ചെയ്തു തരും എന്നുള്ള സെമിറ്റിക് അല്ലെങ്കിൽ പാശ്ചാത്യ മത സിദ്ധാന്തമാണ് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ക്ഷേത്രാരാധന. പക്ഷെ അതല്ല മഹർഷിമാർ നമ്മളോട് പഠിപ്പിച്ചത്. അപ്പോൾ ഒരു മന്ത്രത്തിൻ്റെ ജപത്തിൽ ആവർത്തിച്ച് സ്വരച്ചേർച്ചയോടെ ഉച്ചരിക്കുന്ന ശബ്ദം അനുബന്ധ വസ്തുവിനെ, അതായത് ആ ദേവതയെ സൃഷ്ടിക്കുകയോ ആ ഗ്രഹണത്തിലേക്ക് മനസ്സിനെ, ആ ഒരു കാര്യം വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഹ്യത്തിലേക്ക്, ഗ്രഹണത്തിലേക്ക് മനസ്സിനെ പ്രൊജക്റ്റ് ചെയ്യുകയോ വേണം. അങ്ങനെ സംസ്കാരങ്ങളുടെ ശക്തിയിലൂടെ, ആവർത്തനത്തിലൂടെ മന്ത്രം സൃഷ്ടിപരമായ ഒരു മൊമെൻറ്റം, ഒരു ആക്കം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്, ഒരു ആക്സിലറേഷൻ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മന്ത്രജപത്തിൻ്റെയൊക്കെ വസ്തുതകളും ശാസ്ത്രവും രഹസ്യവും ഒക്കെ ഇത് തന്നെയാണ്. ഒരു മന്ത്രം പ്രകാശമാനമായ തേജസ്സിൻ്റെയോ അതുപോലെ തന്നെ ഊർജത്തിൻ്റെയോ ഒരു പിണ്ഡമാണ്. യഥാർത്ഥത്തിൽ ഒരു മാറ്ററാണ്. നമ്മൾ പറഞ്ഞത് ഒരു തത്വത്തിനെ ശബ്ദം കൊണ്ട് ഒരു ഫ്രീക്വൻസി ആക്കി മാറ്റി ആ ഫ്രീക്വൻസിക്ക് ചുറ്റും ഒരു എനർജി ഫോമിനെ സമന്വയിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ. അതൊരു പ്രത്യേക ചിന്താചലനം സൃഷ്ടിച്ചുകൊണ്ട് മാനസികമായ പദാർത്ഥത്തെ രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സെന്നുള്ളത് സൂക്ഷ്മതലം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? മന്ത്രങ്ങളും മന്ത്രങ്ങളുടെ ശക്തികളെക്കുറിച്ച് നമ്മൾക്ക് അറിയാൻ സാധിക്കാത്തത് ഒരേ ഒരു കാര്യം കൊണ്ടാണ്. കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും അനുഭവിക്കുന്നത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളും നമ്മൾ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത്. പക്ഷെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരുപാട് വസ്തുതകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ശക്തികൾ, ചൈതന്യങ്ങൾ, പ്രതിഭാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ഉദാഹരണം മനസ്സ്, ബുദ്ധി, അഹം എന്ന തത്വം. ഇതൊക്കെ സ്ഥൂലത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി വർത്തിക്കുന്നതാണ്. നമ്മളിൽ തന്നെ നമ്മളിത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്കതിന് ഒരു രൂപമോ ഭാവമോ ഒരു ഷേപ്പിലേക്കോ ഒന്നും നമ്മൾക്കതിനെ ട്രാൻസ്ഫോം ചെയ്യിക്കാൻ സാധിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്നത് പോലെ തന്നെയാണ്. അതൊരു ഒരു ഉച്ചാരണത്താൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താളാത്മകമായ സ്പന്ദനങ്ങൾ. ഓക്കെ, അപ്പം എന്താണ് യഥാർത്ഥത്തിൽ? അതൊരു പിണ്ഡമാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ പ്രകാശമാനമായ തേജസ്സിൻ്റെ, അതായത് ഈ പ്രപഞ്ചത്തിൽ ഈശ്വര തേജസ് യഥാർത്ഥത്തിൽ എന്താണ്? അത് വെളിച്ചമാണ്, വർണ്ണമാണ്. അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ അക്ഷരങ്ങളെ പോലും വർണ്ണാക്ഷരങ്ങൾ എന്നാണ് വിളിക്കുക. സ്വരവും വർണ്ണവും, സ്വരാക്ഷരങ്ങൾ, വർണ്ണാക്ഷരങ്ങൾ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വർണ്ണം? ഇപ്പോൾ ഈവൺ നമ്മൾ ഏറ്റവും വിവാദ പരാമർശങ്ങളായ ജാതി വ്യവസ്ഥയെ പോലും നമ്മൾ പറയുന്ന വർണ്ണാശ്രമങ്ങൾ എന്നാണ് വേദം വിളിച്ചത്. വർണ്ണാശ്രമങ്ങളാണ്. അത് എന്തിൻ്റെ ബേസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഗംഭീരമായിട്ട് വിശദീകരിച്ചിട്ട്, ഗുണകർമ്മ വിഭാഗശ, അതായത് ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ. എന്താണ് ഗുണം? നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഗുണം എന്ന വാച്യാർത്ഥം ക്വാളിറ്റി എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ എന്താണ് ഗുണം എന്നുള്ളത്? നമ്മുടെ സത്വരജസ് തമസിൻ്റെ ആ സന്തുലിതാവസ്ഥയാണ്, അതിൻ്റെ ഒരു റേഷ്യോ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗുണം നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് താമസിക ഗുണമാണ് ഉള്ളതെങ്കിൽ എനിക്ക് ഇനേർട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ ഉണ്ടാവുക, ചലനാത്മകത കുറയും. എന്നാൽ എനിക്ക് ക്ഷാത്രതയാണ് കൂടുതലെങ്കിൽ, എൻ്റെ DNA ക്ഷാത്രതയാണ് കൂടുതലെങ്കിൽ എനിക്ക് ചലനാത്മകത കൂടും, അഗ്രസീവ്നെസ് കൂടും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ബേസ് ചെയ്ത് വരുന്നത് എന്താണ്? ഈ പറയുന്ന പ്രകാശമാനമായ അല്ലെങ്കിൽ തേജസ്സിൻ്റെ ഈ സൂര്യൻ പ്രപഞ്ചത്തിൽ സ്വാധീനിക്കുന്ന ഈ തൈജസീകമായ ശക്തിയുടെ അല്ലെങ്കിൽ ഊർജത്തിൻ്റെയോ ഒരു പിണ്ഡമാണ് നമ്മളെല്ലാവരും, ഒരു ശരീരമാണ് നമ്മളെല്ലാവരും. ഈ ത്രിഗുണങ്ങളുടെ പ്രകൃതിയിൽ അവൾ
നമ്മൾ പറയാറുണ്ട് പരാശക്തിയെ വ്യാപിനി വിവിധാകാര വിദ്യാ സ്വരൂപിണി. പ്രപഞ്ചത്തിൽ അവള് വ്യാപിച്ചിരിക്കുന്നു, പലതരത്തില് വിവിധ ആകാരത്തില് വിദ്യയായും അവിദ്യയായും ഒക്കെ അവള് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിവിധ രൂപത്തിൽ അവൾ വസിക്കുന്നു. ആ പരാശക്തി ചൈതന്യം ഈ പറയുന്ന വിവിധങ്ങളായ റേഷ്യോയില് അനുപാതത്തിൽ സത്വരജസ് തമോ ഗുണങ്ങളുടെ വ്യത്യസ്തമായ വിവിധങ്ങളായ അനുപാതത്തിൽ അവൾ പലതായി ഇവിടെ ഭവിക്കുന്നു. ചിലത് അചലമാണ്, ഇനേർട്ടാണ്, താമസികമായി ഇപ്പോൾ പർവ്വതങ്ങൾ പോലെയുള്ള വൃക്ഷങ്ങൾ പോലെയുള്ളത് ഇനേർട്ടായിട്ട് ഇരിക്കുകയാണ്. എന്നാൽ ചിലത് ഒരു താളാത്മകമായി എന്നും ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ഗ്രഹങ്ങൾ പോലെയുള്ളത് എന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ ശാന്തതയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ശക്തി ചൈതന്യങ്ങൾ നമുക്കിപ്പോൾ സത്വരജസ് തമോ ഗുണങ്ങൾ പ്രകൃതിയിൽ വിവിധ റേഷ്യോയിൽ കുടിക്കൊള്ളുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ തേജസ്സിൻ്റെയോ ഊർജത്തിൻ്റെയോ ഇങ്ങനെ വിവിധങ്ങളായി ഇരിക്കുമ്പോൾ അവയിൽ നിന്ന് താളാത്മകമായി രൂപപ്പെടുന്ന സ്പന്ദനങ്ങൾ കൊണ്ടാണ് നമ്മൾ സയൻസിൽ ശാസ്ത്രം പറയുന്നുണ്ട് എങ്ങനെയാണ് വൈബ്രേഷൻ സൗണ്ട് ആൻഡ് ആ നാദത്തിൽ നിന്ന് ആ കോസ്മിക് വൈബ്രേഷൻസിലൂടെയാണ് മാറ്റേഴ്സ് ഉണ്ടായത്. ഗ്രഹങ്ങൾ പോലും ആ പറയുന്ന ആദ്യത്തെ വിസ്ഫോടനം അല്ലെങ്കിൽ ആ സ്ഫോടനം, നമ്മളിപ്പോൾ ബിഗ് ബാങ് എന്നൊക്കെ പറയുന്നത് പോലെ ആ പ്രാപഞ്ചികമായ സ്ഫുടനം അല്ലെങ്കിൽ സ്ഫോടം, അതിനെ തുടർന്ന് ആ നാദത്തിൻ്റെ വൈബ്രേഷൻ അനുസരിച്ചിട്ടാണ് ഖരാവസ്ഥകൾ ഒന്നിച്ചു ചേരുന്നത്. അപ്പോൾ മന്ത്രം എന്നുള്ളത് താളാത്മകമായ സ്പന്ദനങ്ങൾ നമ്മുടെ 5 കോശങ്ങളിലെ, പഞ്ചകോശങ്ങളാണ് നമ്മുടെ ശരീരം. ആ പഞ്ചകോശങ്ങളിൽ 5 കോശങ്ങളുടെ അസ്ഥിരമായ സ്പന്ദനങ്ങളെ നിയന്ത്രിക്കും എന്നാണ് പറയാം. അപ്പം നിങ്ങളും ഞാനും ഉച്ചരിക്കുന്ന മന്ത്രം യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഈ ശരീരം, അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഈ 5 കോശ ശരീരങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ സ്പന്ദനങ്ങൾ നിലവിൽ തുടരും. കാരണം അത് പ്രവണതകൾക്കും നമ്മുടെ വാസനകൾക്കും നമ്മൾ ഈ പറയുന്ന ഇന്ദ്രിയങ്ങൾക്ക് അനുസൃതമായി ജീവിതം ജീവിക്കുന്ന സമയത്ത് നമ്മളിൽ ഉളവാക്കുന്ന ഒരുപാട് മുദ്രണങ്ങളിലൂടെ അല്ലെങ്കിൽ ഇംപ്രഷൻസിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതാണത്. അതിനെ ഒരു താളാത്മകമായ സ്പന്ദനം കൊണ്ട് ഈ 5 കോശങ്ങളിലെ അസ്ഥിരമായ സ്പന്ദനങ്ങളെ അത് നിയന്ത്രിക്കുന്നു. വസ്തുക്കളുടെ പിന്നാലെ ഓടാനുള്ള മനസ്സിൻ്റെ സ്വാഭാവിക പ്രവണതകളെ ഇത് തടയും. ഇപ്പം നമ്മളൊരു മന്ത്രോപാസനയിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ ആ തത്വത്തിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം ശ്രീവിദ്യ ഉപാസനയിലോ അല്ലെങ്കിൽ കാളി ഉപാസനയിലോ താര ഉപാസനയിലോ ഒക്കെ നമ്മളൊരു പ്രത്യേക മന്ത്രം ജപിക്കും. ഒരു ഗുരു പകർന്നു തന്ന ആ മന്ത്രം ഇത്ര സംഖ്യ വെച്ച് നമ്മൾ ജപിക്കുമ്പോൾ ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന ഒരു താളാത്മകമായ ഒരു വൈബ്രേഷനെ, ഒരു ഫ്രീക്വൻസിയെ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക സമയത്ത്, ഒരു കൺസിസ്റ്റൻ്റായ ഒരു സമയത്ത് നമ്മൾ ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നിലവിൽ എൻ്റെ 5 കോശങ്ങളാകുന്ന ശരീരത്തിലുള്ള അസ്ഥിരമായ പല പാറ്റേണിലുള്ള വൈബ്രേഷൻസ് ഈ വൈബ്രേഷനുമായിട്ട് താരതമ്യം അല്ലെങ്കിൽ താതാത്മ്യം പ്രാപിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് മന്ത്രങ്ങൾ നമ്മുടെ ഈ 5 കോശങ്ങളെ സ്വാധീനിക്കുന്നത്. അതിൽ ഈ പറയുന്ന പോലെ അന്നമയ ശരീരമുണ്ട്, അതെൻ്റെ സ്ഥൂലമാണ്. പ്രാണമയ ശരീരമുണ്ട്, എൻ്റെ നാഡി പ്രാണസഞ്ചയങ്ങൾ ആയി ഉള്ള എൻ്റെ ഒരു ശരീരം. പിന്നെ എന്താണ്, എനിക്ക് മനോമയ ശരീരമുണ്ട്, മനസ്സിൻ്റെ വികാരങ്ങളുടെ ഒരു ഇമോഷണൽ ബോഡി എനിക്കുണ്ട്. അതുപോലെ തന്നെ വിജ്ഞാനമയ ശരീരം, എനിക്ക് ഈ പറയുന്ന ജ്ഞാനതലത്തിലുള്ള ഒരു ബോഡി ഉണ്ട്, ചിത്തം എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ ആനന്ദമയ ശരീരം, ആത്മാവിൻ്റെ തലം. ഈ പറയുന്ന ശരീരങ്ങളൊക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ, ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തിയറി ഓഫ് റെസണൻസ്. എങ്ങനെയാണ് നമ്മുടെ ഒരു വൈബ്രേഷൻ തൊട്ട് അടുത്തുള്ള ബോഡിയെ സ്വാധീനിക്കുന്നത്? ത്രൂ ദാറ്റ് വൈബ്രേഷൻ അല്ലേ? അത് താളാത്മകമായി അത് അടുത്തതിലേക്ക് പാസ് ചെയ്യും. തിയറി ഓഫ് റെസണേഷൻ നമ്മൾ അറിയുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ അതുപോലെ മന്ത്രങ്ങൾ ഈ പറയുന്ന സ്വാഭാവിക പ്രവണതകളെ, നമ്മുടെ ഉള്ളിലുള്ള ഈ എന്താ പറയുക, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള താളങ്ങളെ, ആ താളങ്ങളാണ് നമുക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ ഓരോന്നിൻ്റെ പിന്നാലെ, വസ്തുക്കളുടെ പിന്നാലെ ഓടാനുള്ള മനസ്സിൻ്റെ പ്രവണത സൃഷ്ടിക്കുന്നത്. ആ സൃഷ്ടിക്കുന്ന ഫ്രീക്വൻസി ഇത് തടയും. കാരണം ഇത് അതിനേക്കാൾ ഹയർ ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസി ഇതിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രത്തിൻ്റെ ശക്തി സാധന കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത് സാധനാശക്തിയെ സഹായിക്കുകയും അത് അപൂർണമാകുകയും തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുമ്പോഴാണ് അതിനെ ഈ മന്ത്രജപം കൊണ്ട് ശക്തിപ്പെടുത്തുക. അങ്ങനെ സാധനാശക്തി മന്ത്രശക്തിയാൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. സാധനയിൽ നമ്മൾ പോകുമ്പോൾ പലതരം കാര്യങ്ങൾ സാധനയെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ സാധന അപൂർണമായി പോകും, തടസ്സങ്ങൾ നേരിടും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ സാധനാശക്തിയെ കൂട്ടാൻ വേണ്ടിയിട്ട് മന്ത്രശക്തിയാൽ അതിനെ ശക്തിപ്പെടുത്തും. മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മന്ത്രചൈതന്യം നിദ്രാബോധം ഉണർത്തുന്ന സമയത്ത് മന്ത്രം അമാനുഷികമായ ശക്തികളെ, സിദ്ധികളെ ഉണർത്തുകയാണ് ചെയ്യുക.
കാരണം മന്ത്രചൈതന്യം നമ്മളെ ഒരു തരം ഈ പറയുന്ന പോലെ ഒരു പ്രത്യേക തരം ട്രാൻസിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക, ഒരു നിദ്രാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ആ നിദ്രാവസ്ഥയിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഹയർ റിയൽമോ ആയിട്ട് ശരിക്കും നമ്മൾ ഉറക്കത്തിൻ്റെ ആഴമുള്ള സ്റ്റേജിൽ നമ്മൾ എത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഡിവൈൻ എനർജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആണ് ചെയ്യുക. പക്ഷെ അതെൻ്റെ 3 ബോധ മനസ്സിന് അറിയില്ല. അതായത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്നുള്ള ആ 3 ബോധതലത്തിന് ഇത് അറിയില്ല. 4ാമത് തുരിയ ബോധമാണ് ആ സമയം പ്രപഞ്ചവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉണർന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ 3 ബോധത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഈ നിദ്രാബോധം ഉണർത്തുന്ന സമയം മന്ത്രചൈതന്യം കൊണ്ട് നമ്മൾ നിദ്രാബോധം ഉണർത്തുമ്പോൾ നമ്മളിൽ അമാനുഷികമായ ശക്തികളെ നമ്മൾ അറിയാതെ ഉണരും. ഇത് തന്നെ നമ്മൾ മഹാനായ തുളസിദാസ് രചിച്ച ആ രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം രാമനെ ദർശിച്ചു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സമർത്ഥ രാമദാസ് ഇതുപോലെ തന്നെയാണ്. തൻ്റെ തപസ് അനുഷ്ഠിച്ച് 13 കോടി തവണ രാമമന്ത്രം ജപിക്കുകയും ഒടുവിൽ ശ്രീരാമനെ ദർശിക്കാൻ സാധിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കി. ഗോദാവരിയുടെ പുണ്യതീരത്ത് ഈ രാമതാരക മന്ത്രം നിരന്തരം ഉരുവിട്ടുകൊണ്ട് ഭദ്രാചലത്തിലെ രാമദാസ് രാമനെ ദർശനം ചെയ്യുകയും രാമമന്ത്രത്തിൻ്റെ ശക്തി അദ്ദേഹം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ചിത്തത്തെ ശുദ്ധീകരിക്കുന്നതാണ്, അഷ്ടസിദ്ധികൾ നമുക്ക് നൽകുന്നതാണ്. ഒടുവിൽ നമ്മുടെ ആത്മാവിനെ മോചനത്തിലേക്ക്, കാരണം നമ്മൾ ഈ വേൾഡ്ലി അറ്റാച്ച്മെൻറ്റ്സിൽ നിന്ന്, ലോകത്തിൻ്റെ ഈ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും, മോചനത്തിലേക്ക്, മോക്ഷത്തിലേക്ക് നയിക്കും നമ്മളെ. ശ്രീരാമനിൽ തീവ്രമായ വിശ്വാസവും അനന്യവും അതുപോലെ തന്നെ ആ അവിഭക്തമായ ഭക്തി ഇതൊക്കെ പുലർത്തിയാൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആ പ്രാർത്ഥന ഉയർന്നാൽ, ശുദ്ധഭാവത്തോടെ രാമമന്ത്രം ജപിക്കുന്ന സമയത്ത് എന്താണ് യഥാർത്ഥത്തിൽ നമ്മളിൽ ആ രാമതത്വം ഉണരുകയാണ് ചെയ്യുക. ജനന മരണങ്ങളുടെ ഈ ചാക്രികതയിൽ നിന്ന് നമ്മളെ മോചനത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കാനുള്ള ശക്തി ചൈതന്യമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീരാമ ചൈതന്യമാണ് യഥാർത്ഥത്തിൽ വാൽമീകി രാമായണം എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇത്രയും തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിൽ പരമാവധി ഈ തത്വങ്ങളൊക്കെ നമ്മൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾക്ക് ഋഷീശ്വരന്മാർ, ഈ പറയുന്ന മാനവരാശിക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ രാമായണം. രാമായണത്തോളം മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റിയ, മനുഷ്യൻ്റെ കഴിവുകളെ, അതായത് മാനസികമായ അവൻ്റെ കഴിവുകളെ സ്വാധീനിക്കാൻ പറ്റിയ മറ്റൊരു ഗ്രന്ഥം തന്നെ ഇല്ല ലോകത്ത്. ഇത് വെറുതെ അതിൻ്റെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടി പറയുന്ന കാര്യമല്ല, ഇത് സത്യാവസ്ഥ ആയ കാര്യമാണ്. അപ്പം ഇതോടുകൂടി നമ്മൾ ആരണ്യകാണ്ഡത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ പരിചയിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പരിചയപ്പെടാനുള്ളത് കിഷ്കിന്ധാകാണ്ഡത്തിലേക്കാണ് നമ്മൾ യാത്ര. അപ്പോൾ കിഷ്കിന്ധാകാണ്ഡം ആരണ്യകാണ്ഡത്തെ തുടർന്ന് ഉള്ള അടുത്ത ഭാഗമാണ് കിഷ്കിന്ധാകാണ്ഡം. അപ്പോൾ കിഷ്കിന്ധാകാണ്ഡത്തിൽ യഥാർത്ഥത്തിൽ അവിടെയാണ് നമ്മൾ അടുത്ത പ്രധാനികളെ, കാരണം ആരണ്യകാണ്ഡത്തിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു താത്വികപരമായിട്ട് ശ്രീരാമൻ എന്ന ആ ശുദ്ധബോധ തത്വത്തിന് അല്ലെങ്കിൽ ബ്രഹ്മതത്വത്തിന് പരിണാമത്തിൻ്റെ അല്ലെങ്കിൽ പുരോഗമനത്തിൻ്റെ അല്ലെങ്കിൽ സ്വയം പരിഷ്കരണത്തിൻ്റെ ഘട്ടമാണ് ആരണ്യം. അവിടെ നമ്മൾ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളിൽ കൂടുതലും നന്മയുള്ള ഋഷിമാരും അതുപോലെ ആസുരികതയുള്ള കഥാപാത്രമാണ്. അത് മനസ്സിൻ്റെ ആന്തരികമായ ആ യുദ്ധത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഇനി വരുന്ന കഥാപാത്രങ്ങൾ കിഷ്കിന്ധയിൽ നമ്മൾ കാണുന്ന വാനര കഥാപാത്രങ്ങളാണ്. അപ്പം അത് നമുക്കിനി അതിൻ്റെ കഥാതന്തു ആദ്യം പറഞ്ഞ് പിന്നെ നമുക്കതിൻ്റെ തത്വത്തിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ കിഷ്കിന്ധാകാണ്ഡത്തിൽ ആദ്യം വരുന്നത് ഹനുമാനെ കണ്ടുമുട്ടുന്നതാണ് ശ്രീരാമൻ. അപ്പോൾ അങ്ങനെ ഇവർ മൂവരും ഇവർ പമ്പാ നദിയുടെ തീരത്തെത്തുന്ന സമയത്ത്, അതായത് ശ്രീരാമനും ലക്ഷ്മണനും പമ്പാ നദിയുടെ തീരത്തെത്തി. അങ്ങനെ അവിടെ വള്ളിച്ചെടികളും കുറ്റിക്കാടുകളും പൂന്തോട്ടങ്ങളും വിവിധ തരം പക്ഷികളും മൃഗങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു മനോഹരമായ പ്രദേശത്താണ് അവർ എത്തിച്ചേർന്നത്. വിവിധ നിറങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ എല്ലായിടത്തും പാറി നടക്കുന്നത് അവർ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നദിയിലൊക്കെ വെള്ളം, വളരെ തെളിഞ്ഞ സ്ഫടിക വർണ്ണമുള്ള ജലം, അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ട് അവർ വീണ്ടും സീതയെ തേടിയുള്ള യാത്ര തുടരുകയാണ്. ശ്രീരാമൻ നിശബ്ദമായി കരഞ്ഞുകൊണ്ടാണ് സീതയെ തേടുന്നത്. ചിലപ്പോൾ അവൻ്റെ ശബ്ദം ഉയർന്ന്, ആ കരച്ചിലിൻ്റെ ശബ്ദം ഉയരുമ്പോൾ
ലക്ഷ്മണന് ശ്രീരാമനെ ആശ്വസിപ്പിക്കേണ്ടതായിട്ട് വരുന്നു പല സന്ദർഭങ്ങളിൽ. അങ്ങനെ വില്ലും അമ്പും ഏന്തിയ ആ രണ്ട് ചുറുചുറുക്കൾ അല്ലെങ്കിൽ മിടുക്കന്മാരായ ആ യുവരാജാക്കന്മാരെ കണ്ട് വാനരന്മാരായ നേതാവ് അല്ലെങ്കിൽ വാനരന്മാരുടെ നേതാവായ സുഗ്രീവൻ ആരാണ് ഈ രണ്ട് യോദ്ധാക്കൾ എന്ന് ചിന്തിച്ച് വളരെ ആശങ്കാകുലനാവുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ 4 മന്ത്രിമാരും ഒരു മലയുടെ മുകളിൽ ചാടിക്കൊണ്ട് ഹനുമാനോട് ചോദിക്കുകയാണ്, ദയവായി അവരാരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും താങ്കളൊന്ന് നോക്കൂ. അവർ യോദ്ധാക്കളാണെന്ന് തോന്നുന്നു. അവരെ എൻ്റെ സഹോദരൻ ബലി എന്നെ ആക്രമിക്കാൻ അയച്ചതാണോ എന്ന് ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? അവർ യഥാർത്ഥ ജീവിതത്തിലെ ശത്രുക്കളായ കഥയൊക്കെ നമുക്കറിയണമെന്ന്. അപ്പോൾ അങ്ങനെ ചോദിക്കുക, എൻ്റെ സഹോദരൻ ബാലി എന്നെ ആക്രമിക്കാൻ അയച്ചതാണോ എന്ന് ഞാൻ ആശങ്കയോടെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ഭിക്ഷുക്കളുടെ വേഷമാണ് ധരിച്ചിരിക്കുന്നത്, പക്ഷെ അവർ വില്ലും അമ്പും വഹിക്കുന്നുമുണ്ട്. അപ്പോൾ അതിലെന്തോ ഒരു ചേർച്ചക്കേട്, പൊരുത്തക്കേട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഹേ വായുപുത്ര, ദയവായി ഒരു ബ്രാഹ്മണ ബാലനായി താങ്കൾ വേഷം മാറി അവരുടെ പദ്ധതികൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അവരുടെ സമീപത്ത് ചെല്ലുക. താങ്കളുടെ കയ്യും കണ്ണുമൊക്കെ ഉപയോഗിച്ച് ആംഗ്യങ്ങൾ കാണിച്ച് ഞങ്ങൾക്ക് അവിടെ നിന്ന് സൂചന നൽകുക. അവർ ശത്രുക്കളാണെങ്കിൽ താങ്കളുടെ കൈകളാൽ അവരെ പ്രഹരിക്കുക. അവർ നമ്മുടെ സുഹൃത്തുക്കളാകാൻ യോഗ്യരാണെങ്കിൽ അതും എന്നെ അറിയിച്ചാലും. അങ്ങനെ ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും അടുത്തേക്ക് പോയി അവരുടെ മുന്നിൽ വളരെ ആദരവോടെ സാഷ്ടാംഗം വീണ് പറയുകയാണ്, കാട്ടിൽ നടന്നലയുന്ന മിടുക്കരായ യോദ്ധാക്കളായ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സ്നേഹത്തിൻ്റെ ദേവനായ കാമദേവൻ പോലും ലജ്ജിക്കേണ്ട വിധം സുന്ദരനാണ്, അല്ലെങ്കിൽ സുന്ദരന്മാരാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾ രണ്ടുപേരും സൂര്യനെയും ചന്ദ്രനെയും പോലെയാണ്. പക്ഷെ ദയവായി നിങ്ങളുടെ കഥ എന്നോട് പറയൂ. ചിലപ്പോൾ നിങ്ങൾ ഇരട്ടകളാണ് എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു. സ്വർഗീയമായ അശ്വിനി ദേവന്മാർ തങ്ങളുടെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ മനുഷ്യരൂപത്തിൽ ഇവിടെ നടക്കുന്ന ഭഗവാന്റെ അവതാരങ്ങളായി പോലും തോന്നിപ്പോകുന്നു. നിങ്ങൾ തീർച്ചയായും നരനും നാരായണനുമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരമെന്ന് ഹനുമാൻ പറയുകയാണ്. ഇത് കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, ഈ ബ്രഹ്മചാരിയെ നോക്കൂ. അവൻ്റെ വാക്കുകൾ വളരെ പൂർണ്ണവും ഉചിതവുമാണ്. അവൻ നല്ല വിദ്യാഭ്യാസമുള്ളവനും വ്യാകരണത്തിൽ പ്രാവീണ്യമുള്ളവനുമായി തോന്നുന്നു. അവൻ്റെ വാക്കുകളിൽ എനിക്കൊരു വൈരുദ്ധ്യവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ ഹനുമാനെ അഭിമുഖീകരിച്ചുകൊണ്ട് ശ്രീരാമൻ തന്നെയും ലക്ഷ്മണനെയും പരിചയപ്പെടുത്തുകയാണ്. തങ്ങളുടെ തടസ്സപ്പെട്ട കിരീടധാരണം മുതൽ സീതയുടെ അപഹരണം വരെയുള്ള ആ കഥാപശ്ചാത്തലം അവർ ഹനുമാനോട് വിവരിക്കുകയാണ്. സീതയുടെ എന്തെങ്കിലും ഒരു അടയാളം തേടിയിട്ടാണ് ഞങ്ങൾ ഇതുവഴി വരുന്നത്. താങ്കൾ ആരാണെന്ന് പറയൂ. അങ്ങനെ ഹനുമാൻ ആദരപൂർവം അവർ കൈകൂപ്പിക്കൊണ്ട് തൻ്റെ രാജാവായ സുഗ്രീവനെക്കുറിച്ച് അവരോട് പറയുകയാണ്. അല്ലയോ രാജാവായ ശ്രീരാമ, സുഗ്രീവൻ യഥാർത്ഥത്തിൽ വാനരന്മാരുടെ രാജാവാണ്. വാനരന്മാരിൽ 4 പേരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഗുരുതരമായ തെറ്റിദ്ധാരണ കാരണം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ബാലി അദ്ദേഹത്തെ തൻ്റെ രാജ്യത്തിൽ നിന്നും പുറത്താക്കുകയും സുഗ്രീവനെ പുറത്താക്കിയ ശേഷം ബാലി തൻ്റെ ഭാര്യയെ സ്വന്തമാക്കുകയും അതുപോലെ തന്നെ സ്വന്തം രാജ്യവും നിലനിർത്തുകയും ചെയ്യുന്നു. ബാലിക്ക് അല്ലെങ്കിൽ സുഗ്രീവന് ആ പ്രദേശത്തേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം ഋഷ്യമുഖ പർവ്വതമാണ്. ഞാൻ സുഗ്രീവൻ്റെ മന്ത്രിയാണ്. വായുപുത്രനായ ഹനുമാനും അഞ്ജന ദേവിയുടെ പുത്രനും ആയ ഞാൻ, നിങ്ങൾ രണ്ടുപേരും ഒത്തുചേർന്നാൽ, അതായത് ശ്രീരാമനും സുഗ്രീവനും ഒത്തുചേർന്നാൽ, നിങ്ങളൊരു സന്ധിയിലെത്തിയാൽ, ഒരു കരാറിൽ ഏർപ്പെട്ടാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ശത്രുക്കളെ കീഴടക്കാം. ഞാൻ നിങ്ങളുടെ കൽപ്പനയ്ക്ക് വിധേയനാകും.
എനിക്ക് മറ്റ് അഭയമില്ല. എൻ്റെ സ്രഷ്ടാവായ അങ്ങ് എന്നെ അനുഗ്രഹിക്കൂ. ദയവായി അങ്ങ് എന്നോടൊപ്പം വരൂ. ഞാൻ നിങ്ങളെ സുഗ്രീവൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാം. ദയവായി നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ തോളിൽ കയറാം. അങ്ങനെ ഹനുമാൻ ഒരു ശക്തനായ വാനരൻ്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ച് അവൻ്റെ തോളിൽ അവരെ കയറ്റി വാനര രാജാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ശബരി ആശ്രമത്തിൽ വെച്ചിട്ട് ശ്രീരാമനോട് പറഞ്ഞ ആ വാക്കുകൾ ശ്രീരാമൻ ഓർത്തു. ഈ ഭാഗത്ത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അങ്ങ് വാനര രാജാവുമായി കൂടി കാഴ്ച ഉണ്ടാകും. അവിടെ നിന്ന് സീതയുടെ എല്ലാവിധ അടയാളങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ മനോകാമനകൾ പൂർത്തിയാവുകയും ചെയ്യും എന്ന് ശബരി അവിടെ നിന്ന് പറഞ്ഞത് ശ്രീരാമൻ ഓർക്കുകയാണ്. അടുത്ത കഥാസന്ദർഭത്തിൽ വരുന്ന ഒരു ഭാഗം സുഗ്രീവനുമായുള്ള സന്ധിയാണ്. മാരുതി എന്നും അറിയപ്പെടുന്ന ഹനുമാൻ സുഗ്രീവൻ്റെ അടുക്കൽ വന്ന് ഈ വിശിഷ്ടാതിഥികളെ വഹിച്ചുകൊണ്ട് അവരെ അവിടെ എത്തിച്ചുകൊണ്ട് അവരെ പരിചയപ്പെടുത്തുകയാണ്. ശ്രീരാമനും ലക്ഷ്മണനും അവിടെ അല്ലെങ്കിൽ അവർ കാട്ടിൽ സഖ്യതൽപരരായ കക്ഷികളാണെന്ന് ഞാൻ മനസ്സിലാക്കി. അവർ സുഗ്രീവനെ സഹായിക്കുമെന്നും ഹനുമാൻ സുഗ്രീവനോട് പറയുകയാണ്. അങ്ങ് അവരെ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. പരസ്പരം സഹായിക്കാൻ അവരുമായി ഒരു കരാറിൽ ഏർപ്പെടാം. അങ്ങനെ സുഗ്രീവൻ എഴുന്നേറ്റ് ശ്രീരാമനെയും ലക്ഷ്മണനെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീരാമൻ ഇരിക്കാൻ പെട്ടെന്ന് ഒരു ഇരിപ്പിടം ഒരുക്കി. ലക്ഷ്മണന് വേണ്ടി ഹനുമാനും അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ ഹനുമാൻ എല്ലാ അവസ്ഥകളും കഥയുടെ ആ ഒഴുക്കുമൊക്കെ സുഗ്രീവനോട് വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ശ്രീരാമൻ്റെ ദുരവസ്ഥ കേട്ടപ്പോൾ സുഗ്രീവൻ പറയാണ്, ഭഗവാൻ വിഷമിക്കേണ്ട, ഞങ്ങൾ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്തി താങ്കളുടെ ശത്രുവിനെ നശിപ്പിക്കാൻ സഹായിക്കാം. അങ്ങ് എന്നെ അനുവദിച്ചാൽ ഞാൻ രാവണനെ കൊന്ന് ദേവിയെ തിരികെ കൊണ്ടുവരാം. ഒരു ദിവസം ഞങ്ങൾ പർവ്വതശിഖരത്തിൽ ഇരിക്കുമ്പോൾ സംഭവിച്ച ഒരു കാര്യം ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ആകാശത്ത് ഒരു രാക്ഷസൻ തൻ്റെ വായുരഥത്തിൽ ഒരു രാജകീയ സ്ത്രീയെ ഫലമായി കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. ആ സ്ത്രീ സഹായത്തിനായി നിലവിളിച്ച് കേഴുന്നുമുണ്ടായിരുന്നു. അവൾ രാമനാമം ജപിക്കുന്നുണ്ടെന്നാണ് ഓർക്കുന്നത്. പർവ്വതത്തിൻ്റെ മുകളിൽ അവൾ ഞങ്ങളെ കണ്ട സമയത്ത് ഞങ്ങൾക്ക് ഒരു തുണിക്കെട്ട് താഴേക്ക് എറിഞ്ഞു തരികയുണ്ടായി. ഞങ്ങളത് തുറന്നു നോക്കിയപ്പോൾ അത് അവളുടെ ആഭരണങ്ങളാണ് എന്ന് ഞങ്ങൾ കണ്ടെത്തി. അവളത് അന്വേഷിച്ച് വന്നാൽ കൊടുക്കാനായി ഞാൻ അത് സൂക്ഷിച്ചിട്ടുണ്ട്. ദയവായി പരിശോധിച്ച് അവ സീതാമാതാവിൻ്റേത് തന്നെയാണോ എന്ന് ഞങ്ങളോട് പറഞ്ഞാലും. അങ്ങനെ ആ കെട്ട് ശ്രീരാമനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആഭരണങ്ങളുടെ ആ ഭാണ്ഡം തുറന്ന ഉടനെ രാമൻ സീതയുടെ ആഭരണങ്ങളെ നോക്കി കരയുവാൻ തുടങ്ങി. ഓ സീതേ, നീ എന്നിൽ നിന്നും വേർപിരിഞ്ഞു, എന്നേക്കുമായി വേർപിരിഞ്ഞു എന്നൊക്കെ സങ്കടം കൊണ്ട് രാമൻ സീതയെ വിളിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്. കുറച്ചു നേരം അയാൾ ബോധം പോയ ഒരു മനുഷ്യനെ പോലെ പെരുമാറി. ലക്ഷ്മണൻ അവനെ ആശ്വസിപ്പിച്ചു. സഹോദര, നിരാശയ്ക്ക് ഇരയാകരുത്. ഈ ശക്തരായ വാനരന്മാരുടെ സഹായത്തോടെ നമുക്ക് അവളെ രക്ഷിക്കാൻ സാധിക്കും. സുഗ്രീവൻ രാവണനെ വധിക്കാനും സീതയെ ലങ്കയിൽ നിന്ന് തിരികെ കൊണ്ടുവരാനും സഹായിക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്തല്ലോ. അവരുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ ശാന്തനാവുന്നു. പരസ്പരം സഹായിക്കാനുള്ള ഔപചാരികമായ കരാറിനെ തയ്യാറാക്കാൻ ഹനുമാൻ ഒരു അഗ്നി ഉണ്ടാക്കി. വിശുദ്ധമായ ആ പവിത്ര സാന്നിധ്യത്താൽ, കാരണം ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ശുഭകാര്യങ്ങൾക്കും അഗ്നിയാണ് ശാശ്വതമായ സാക്ഷി. നമ്മൾ കല്യാണത്തിന് പോലും അഗ്നിസാക്ഷിയായിട്ടാണ് താലി കെട്ടാറ്. അതുകൊണ്ട് തന്നെ ഉപനിഷത്ത് മന്ത്രം ഓർമ്മ വരികയാണ് ഈ ഒരു സന്ദർഭത്തിൽ. അഗ്നേനയ സുപതാരായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യുയോദ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ടാന്തേ നമ ഉക്തിം വിദേമ. അഗ്നിയോടുള്ള പ്രാർത്ഥന ഒരുപാട് സൂക്തങ്ങളുണ്ട്. ഋഗ്വേദത്തിൽ
ഋഗ്വേദ ആദ്യ മന്ത്രം തുടങ്ങുന്നത് തന്നെ അഗ്നിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതമം. അഗ്നിയുടെ പ്രാധാന്യം വളരെ മാനവരാശിക്ക് അല്ലെങ്കിൽ മാനവരാശിയുടെ പരിണാമത്തിന് അഗ്നിയുടെ സംഭാവനയും അഗ്നിയെ മാനവകുലം അഗ്നി ആരാധന ഭാരതത്തിൽ മാത്രമല്ല നമുക്ക് ലോകത്തിൽ തന്നെ നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായമാണ്. ഈവൻ ലോകത്തിൻ്റെ ഏറ്റവും വലിയ മാമാങ്കമായ ഒളിമ്പിക്സിൽ പോലും ആദ്യം ദീപശിഖ എന്ന ആ അഗ്നിതത്വം കൊളുത്തിയിട്ടാണ് ആ മാമാങ്കം പോലും ആരംഭിക്കുന്നത്. അപ്പോൾ അഗ്നിക്ക് അങ്ങനെ ഒരുപാട് പ്രതീകങ്ങൾ നമുക്ക് ലോകത്ത് എല്ലാ സംസ്കാരത്തിലുമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ബാലിക്ക് തന്നോടുള്ള വിദ്വേഷത്തിൻ്റെ പിന്നിലെ കഥ സുഗ്രീവൻ ശ്രീരാമനോട് പറയുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ബാലി സുഗ്രീവൻ്റെ ആ ഒരു സംഘർഷമാണ്. സൂര്യദേവൻ്റെ പുത്രനായ സുഗ്രീവൻ കിഷ്കിന്ധയിലേക്ക് പോയി ശ്രീരാമനും ലക്ഷ്മണനും എല്ലാവരും ചേർന്ന് കിഷ്കിന്ധയിലേക്ക് പോയി ബാലിയെ ഒരു ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്ന ഒരു കഥാസന്ദർഭമാണ് പിന്നെ നമ്മൾ പുരോഗമിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും ആ യുദ്ധവേദിയിൽ അല്ലെങ്കിൽ ആ യുദ്ധ പശ്ചാത്തലത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു മരത്തിൻ്റെ ഛായയിൽ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. സുഗ്രീവൻ്റെ വെല്ലുവിളിയിൽ ബാലി കോപാകുലനായി തൻ്റെ സഹോദരനുമായി യുദ്ധം ചെയ്യാൻ തിടുക്കത്തിൽ ഇറങ്ങി വരികയും അവൻ സുഗ്രീവനെ ശക്തമായി പ്രഹരിക്കുകയും ബാലിക്ക് അതുപോലെ തന്നെ സുഗ്രീവൻ കനത്ത പ്രഹരം തിരിച്ചുമേൽപ്പിക്കുന്നു. അവർ യുദ്ധം തുടർന്നപ്പോൾ ഇരുവരുടെയും ശരീരം രക്തത്തിൽ പുരണ്ടിരുന്നു. അപ്പോൾ കരാർ അനുസരിച്ചിട്ട് ബാലിയെ രാമൻ വധിക്കുമെന്നാണ്. പക്ഷേ ശ്രീരാമന് ഇവരെ രണ്ടുപേരെയും വേർതിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീരാമന് തൻ്റെ ശരങ്ങൾ തൊടുത്തു വിടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ദ്വന്ദ്വയുദ്ധത്തിൽ കഠിനമായി മർദ്ദനമേറ്റ് രക്തം വാർന്ന് സുഗ്രീവൻ പരാജയത്തിലേക്ക് നീങ്ങി. അങ്ങനെ അവൻ ബാലി തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. പരാജിതനായി സുഗ്രീവൻ വീണ്ടും തിരിച്ച് ഋഷ്യമുഖത്തിലേക്ക് പോകുന്നു. അങ്ങനെ പോരാട്ടത്തിൽ വളരെ മനം മടുത്ത സുഗ്രീവൻ പരാതിപ്പെട്ടു ശ്രീരാമനോട്. ശ്രീരാമ, എൻ്റെ പ്രഭോ, അങ്ങയുടെ ഉറപ്പായ അല്ലെങ്കിൽ അങ്ങ് തന്ന വാക്കുകളുടെ വിശ്വാസം മാത്രം മുൻനിർത്തിയാണ് ഞാൻ ബാലിയുമായി യുദ്ധത്തിന് സമ്മതിച്ചത്. കുറ്റവാളിയെ കൊന്നെന്നെ സഹായിക്കാമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തപ്പോൾ അത് നടപ്പിലാകുമെന്ന് ഞാൻ കരുതി. എൻ്റെ ശത്രുവിൻ്റെ കൈകളിൽ എന്നെ കൊല്ലാൻ ഇട്ടുകൊടുക്കുക എന്നതാണ് താങ്കളുടെ ഉദ്ദേശമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് നിങ്ങൾ എന്നെ സഹായിക്കാൻ പദ്ധതി ഇടുന്നതെങ്കിൽ ഒരു ഉടമ്പടി നമ്മൾക്കിടയിൽ ഉണ്ടായതുകൊണ്ട് നമ്മൾക്ക് എന്ത് പ്രയോജനം? ഞാൻ കൊല്ലപ്പെടാൻ അർഹനാണ് എന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ നിങ്ങൾ തന്നെ അത് ചെയ്യാത്തതെന്ത്? താങ്കളുടെ വാഗ്ദാനങ്ങൾ ഒരു വെറും ശിലയിൽ എഴുതിയതുപോലെ തോന്നുകയാണ് എനിക്ക്. നിങ്ങൾ സത്യത്തിനായി ജീവിക്കുന്ന ഒരു മഹാത്മാവാണെന്ന് ഞാൻ കരുതി. അങ്ങനെ സുഗ്രീവൻ പരാതിയുടെ ഒരു ഭാണ്ഡം, ഒരു പെരുമഴ സൃഷ്ടിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ അവനെ കെട്ടിപ്പിടിച്ച് അവിടെ യുദ്ധം നടന്ന സമയത്ത് രണ്ടുപേരിൽ ഒരാളെയും എനിക്ക് വേർതിരിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ വീണ്ടും അടുത്ത ദിവസം ബാലിയെ ഒരു യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ പറയുകയും ആ വെല്ലുവിളിക്കുന്ന സമയത്ത് എനിക്ക് താങ്കളെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ കഴുത്തിലൊരു പുഷ്പമാല ധരിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേന്ന് ലക്ഷ്മണൻ സുഗ്രീവൻ്റെ കഴുത്തിൽ ഒരു പുഷ്പമാല അണിയിച്ച് ബാലിയെ വീണ്ടും യുദ്ധത്തിനായി ക്ഷണിക്കുന്നു. അങ്ങനെ ബാലി വീട്ടിൽ നിന്ന് യുദ്ധത്തിനായി ഇറങ്ങുന്ന സമയത്ത് ഭാര്യയായ താര ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങ് രണ്ടാമതൊന്നും ആലോചിക്കാതെ വീണ്ടും യുദ്ധത്തിന് പോകുന്നത്? ഇന്നലെ അങ്ങ് സുഗ്രീവനെ തോൽപ്പിച്ചതല്ലേ? എന്നിട്ടും സുഗ്രീവൻ വീണ്ടും അങ്ങയെ വെല്ലുവിളിക്കുകയാണ്. അവൻ്റെ തിരിച്ചു വരവിന് പിന്നിൽ എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട്. തീർച്ചയായും
ഇത്തവണ അവനെ സഹായിക്കാൻ പോകുന്ന ഒരു സുഹൃത്തുണ്ട്. ബാലി മറുപടി പറഞ്ഞു, താര, ഞാൻ നേരിടേണ്ട യുദ്ധം ചെയ്യാൻ എന്നെ അനുവദിക്കൂ. സുഗ്രീവന് യുദ്ധത്തിൽ സഹായിക്കാൻ ബന്ധുക്കളില്ല, മാത്രമല്ല എന്നോട് ആർക്കും ശത്രുതയുമില്ല. എന്തായാലും ആരെങ്കിലും യുദ്ധത്തിന് വെല്ലുവിളിച്ച് താങ്കളുടെ വീട്ടുവാതിൽക്കൽ വന്നാൽ ഒരു യോദ്ധാവ് ഒരിക്കലും ആ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല. ഞാൻ ശത്രുവിനെ കൊന്ന് തിരിച്ചു വരും. ഇത് കേട്ട താര തൻ്റെ മകൻ അംഗദനിൽ നിന്ന് കേട്ട വാർത്ത അവനോട് പറയുകയാണ്, ബാലിയോട്. അംഗദൻ വേട്ടയാടാൻ പോയ സമയത്ത് ദശരഥ ചക്രവർത്തിയുടെ മകനായ ശ്രീരാമൻ തൻ്റെ ഭാര്യയായി തൻ്റെ കൂടെ കാട്ടിൽ വന്ന സീതാ മാതാവിനെ രാവണൻ എന്ന അസുരൻ തട്ടിക്കൊണ്ടുപോയതും ആ സീതയെ അന്വേഷിച്ച് അലയുന്നതിനെക്കുറിച്ച് അയാൾക്ക് അറിയാൻ സാധിച്ചിരുന്നു. ശ്രീരാമൻ ഇപ്പോൾ സുഗ്രീവനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അംഗദൻ അറിയുന്നു. ആ കരാറ് ഇങ്ങനെയാണത്രേ: ബാലിയെ കൊന്ന് കിഷ്കിന്ധ തിരികെ നൽകാൻ ശ്രീരാമൻ സഹായിക്കും. ഇപ്പം ശ്രീരാമനോട് ചെയ്തതുപോലെ നിന്നോട് ഒരു യുദ്ധം വ്യാജമായി നടത്താനുള്ള തന്ത്രവുമായി സുഗ്രീവൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ദയവായി സുഗ്രീവനെ നിന്റെ സഹോദരനായി സ്വീകരിച്ച് സമാധാനത്തോടെ ജീവിക്കുക. നീ ശ്രീരാമനെ പോയി കാണണം, അവനിൽ അഭയം തേടണം എന്ന് താര ബാലിയോട് യുദ്ധത്തിന് പോകുന്നതിന് മുൻപേ അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ എന്നത്തെയും പോലെ ബാലി അത് കേട്ടില്ല. അവൻ താരയെ പുണർന്നുകൊണ്ട് മറുപടി പറയുകയാണ്, പ്രിയേ, സാധാരണ സ്ത്രീകളെ പോലെ ഭയത്തിന് അങ്ങ് വഴങ്ങരുത്. ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനോടൊപ്പം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഞാൻ അവരുടെ കടുത്ത ഭക്തനാണെന്ന് അവർക്കറിയാം. എന്നേക്കാൾ കൂടുതൽ രാമനെ ആരും സ്നേഹിക്കുന്നില്ല. അവർ തീർച്ചയായും എൻ്റെ പക്ഷം ചേരും. ശ്രീരാമൻ തീർച്ചയായും മനുഷ്യരൂപത്തിലുള്ള ഭഗവാൻ നാരായണനാണ്. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആരോടും പക്ഷപാതമില്ല. അദ്ദേഹം നിഷ്പക്ഷനാണെന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം പരമാത്മാവാണ്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും. സൗമ്യനായ സുഗ്രീവനേക്കാൾ കൂടുതൽ സഹായം ബലവാനായ എന്നിൽ നിന്ന് അവർക്ക് ലഭിക്കും. പരമാത്മാവ് തീർച്ചയായും അദ്ദേഹത്തിന് കീഴടങ്ങുന്നവരെ സഹായിക്കും. ഭക്തിയിലൂടെ മാത്രമേ അദ്ദേഹത്തെ നേടാൻ സാധിക്കുള്ളൂ. ഞാൻ ഭഗവാന്റെ വലിയ ഭക്തനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ബാലി സുഗ്രീവനുമായിട്ടുള്ള യുദ്ധം ചെയ്യാൻ അവിടെ നിന്ന് യാത്രയാവുകയാണ്. എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ച് വളരെ ആശങ്കാകുലരായി താര കരയുകയാണ് നിശബ്ദമായി. ഒരു ഉഗ്രമായ പോരാട്ടം അവർക്ക് തമ്മിൽ നടക്കുകയും ചെയ്തു. അതായത് ബാലിയും സുഗ്രീവനും ഇടയിൽ ഒരു ഉഗ്രമായ പോരാട്ടം നടക്കുകയാണ്. പരസ്പരം പ്രഹരിക്കുന്നതിൽ നിന്ന് രണ്ടുപേരും ഒരു കരുണയും കാണിച്ചിട്ടില്ല. രണ്ട് സഹോദരന്മാരാണെങ്കിൽ പോലും അവർ വാനരന്മാരായതിനാൽ അവർക്ക് പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൈകൾ, കാലുകൾ, നഖങ്ങൾ, പല്ലുകൾ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധതന്ത്രമാണ്. യഥാർത്ഥത്തിൽ മരണത്തിൻ്റെ ദേവനായ രണ്ട് യമധർമ്മന്മാർ തമ്മിലുള്ള യുദ്ധം പോലെയാണ് ആ പോരാട്ടം തോന്നിച്ചത്. അതിന് സമാനമായിരുന്നു. ബാലിയും സുഗ്രീവനും തമ്മിലുള്ള പോരാട്ടത്തെ ഇതുവരെ നമ്മൾ കണ്ട പോരാട്ടത്തിൽ നിന്നൊക്കെ താരതമ്യം ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. രണ്ട് പർവ്വതങ്ങൾ പരസ്പരം പോരടിക്കുന്നതും രണ്ട് സമുദ്രങ്ങൾ കൂട്ടിയിടിക്കുന്നതും പോലെയായിരുന്നു അത്. ബാലി തൻ്റെ പിതാവ് നൽകിയ ഒരു ദിവ്യ ചങ്ങല ധരിച്ചിട്ടായിരുന്നു യുദ്ധം ചെയ്തതെങ്കിൽ സുഗ്രീവൻ ശ്രീരാമനിൽ നിന്ന് ലഭിച്ച ഒരു പുഷ്പമാല ധരിച്ചിട്ടായിരുന്നു. ഇത് രണ്ടും അവരവരുടെ അല്ലെങ്കിൽ അവയവയുടെ വീര്യത്തിലും ശക്തിയിലും വളരെ തുല്യമായിരുന്നതാണ്. സുഗ്രീവൻ ക്ഷീണിതനാകുന്നത് കണ്ട ശ്രീരാമൻ ആ ഘട്ടത്തിൽ സുഗ്രീവനെ സഹായിക്കാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ബാണമെടുത്ത് ഒരു മരത്തിൻ്റെ ചായയിൽ നിന്നുകൊണ്ട് ബാലിയുടെ നേരെ അമ്പെയ്യുകയാണ്. അമ്പിൽ ബാലിയുടെ നെഞ്ചു പിളർന്നു.
അവനൊരു വലിയ പർവ്വതം പോലെ വീഴുകയാണ് അവിടെ. ഭൂമി ഒന്നാകെ കുലുങ്ങുന്നു. കൂപ്പുകൈകളോടെ ഹനുമാൻ ശ്രീരാമനെ സ്തുതിച്ചു. സുഗ്രീവനോടും ഹനുമാനോടും ഒപ്പം ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ ബാലി ദുഃഖിതനായി തൻ്റെ കോപവും ദുഃഖവും ഭഗവാന്റെ അടുത്ത് പ്രകടിപ്പിക്കുകയാണ്. ശ്രീരാമ, ഇങ്ങനെ കൊല്ലപ്പെടാൻ ഞാൻ അങ്ങയോട് എന്ത് തെറ്റാണ് ചെയ്തത്? അങ്ങൊരു യഥാർത്ഥ യോദ്ധാവിനെ പോലെ പെരുമാറിയില്ല. പക്ഷേ അങ്ങയുടെ പ്രവൃത്തി ഒരു വഞ്ചകൻ്റേതായിരുന്നു. ഒരു ഭീരുവിനെ പോലെ ഒരു മരത്തിൻ്റെ പിന്നിൽ നിന്ന് എന്നെ കൊന്നതുകൊണ്ട് അങ്ങേക്ക് ഒരു പ്രശസ്തിയും ജീവിതത്തിൽ ലഭിക്കാനില്ല. അങ്ങ് രാജവംശത്തിൽ നിന്നുള്ളവനാണ്. ഒരു പോരാട്ടത്തിൽ പോലും നിന്നിൽ നിന്ന് മികച്ച ഒരു പെരുമാറ്റം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങൊരു നീതിമാനായ പോരാളിയാണെങ്കിൽ അങ്ങ് നേരിട്ട് മുഖാമുഖം എന്നോട് പോരാടണമായിരുന്നു. അങ്ങയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയാത്ത എന്താണ് സുഗ്രീവന് ചെയ്യാൻ സാധിക്കുക? അങ്ങയുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയതിന് പ്രതികാരം ചെയ്യാനായിരുന്നുവെങ്കിൽ പണ്ട് ഞാൻ രാവണനെ എളുപ്പത്തിൽ തോൽപ്പിച്ചുവെന്ന് അങ്ങ് കേട്ടിട്ടില്ലേ? അങ്ങ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ക്ഷണനേരം കൊണ്ട് ലങ്കാനഗരവും ത്രികുടപർവ്വതവും സഹിതം രാവണനെ ഞാൻ കെട്ടിയിട്ട് അങ്ങയുടെ കാൽക്കൽ കൊണ്ടുവന്ന് നൽകുമായിരുന്നു. അങ്ങ് ധർമ്മത്തിൻ്റെ അനുയായി ആയി അറിയപ്പെടുന്നു. പക്ഷേ എന്നോട് അങ്ങ് ചെയ്തത് ധർമ്മമല്ല, അധർമ്മമാണ്. വളരെ വ്യസനത്തോടെയാണ് ബാലി തൻ്റെ അനുഭവം, ശ്രീരാമനുമായിട്ടുള്ള തൻ്റെ അനുഭവം ശ്രീരാമനോട് നേരിട്ട് പറയുന്നത്. കരുണാമയവും എന്നാൽ കർക്കശവുമായ സ്വരത്തിൽ രാമൻ അതിന് മറുപടി പറയുന്നുണ്ട്. ധർമ്മം സ്ഥാപിക്കാനാണ് ബാലി ഞാനിവിടെ വന്നിട്ടുള്ളത്. ആരുമായും എനിക്ക് മത്സരമില്ല. അങ്ങ് ഗുരുതരമായ പാപം ചെയ്തു. പാപത്തിനുള്ള ശിക്ഷ മരണമാണ്. കാമത്തിൻ്റെ സ്വാധീനത്തിൽ നീ നിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ നിൻ്റെ സ്വന്തം മകളെ പോലെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ പോലെ നിലനിർത്തുന്നു. അവളെ സ്വന്തം മകളെ പോലെ പരിഗണിക്കണമായിരുന്നു. ആരെങ്കിലും ശരിയായ പെരുമാറ്റം ജീവിതത്തിൽ പാലിക്കുന്നില്ലെങ്കിൽ ഒരു രാജാവിന് അവനെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. അവൻ ആ അവകാശം പ്രയോഗിക്കും. അങ്ങൊരു പുണ്യാത്മാവാണെന്ന് എനിക്കറിയാം. ധർമ്മം എന്താണെന്ന് അങ്ങയ്ക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയും. ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് ബാലിക്ക് ആശ്വാസം തോന്നി. ബാലി ക്ഷമ ചോദിക്കുകയും മനോഹരമായ ഒരു സ്തുതി ആ സമയം ശ്രീരാമനെ നോക്കി ബാലി ആലപിക്കുകയും ചെയ്യുന്നു. എൻ്റെ ധൈര്യം കാരണം ഞാൻ അങ്ങയോട് തർക്കിച്ചു. ദയവായി എൻ്റെ ഷാഢ്യ വാക്കുകൾ ക്ഷമിച്ചാലും എൻ്റെ ശരീരം അങ്ങയുടെ തൃപ്പാദങ്ങളെ നോക്കി ഉപേക്ഷിക്കാൻ കഴിയുന്ന ഭാഗ്യവാനാണ് ഞാനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെൻ്റെ മോചനം ഉറപ്പാക്കും. മഹായോഗികൾക്ക് പോലും ഈ ഭാഗ്യം നേടാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങയുടെ ഒരു ദർശനം പോലും ഞങ്ങളെ സംസാര സാഗരത്തിൽ നിന്ന് മോചിപ്പിക്കും. രാവണനെ വധിക്കുക എന്നത് അങ്ങയുടെ ജീവിത ദൗത്യമാണ് എന്നെനിക്കറിയാം. ഞാൻ അങ്ങയുടെ വാസസ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ തുല്യശക്തിയുള്ള എൻ്റെ മകൻ അംഗദനെ അങ്ങ് അനുഗ്രഹിക്കണമേ. വാസസ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഈശ്വരനിൽ ലയിക്കാൻ പോവുകയാണ് എന്നാണ്. അങ്ങനെ ദയവായി അംഗദനെയും സുഗ്രീവനെയും അങ്ങ് ഒരുപോലെ പരിഗണിക്കുക. അങ്ങനെ അങ്ങ് അയച്ച ബാണം എന്നിൽ നിന്ന് പുറത്തെടുത്ത് എൻ്റെ ശരീരത്തെ സാന്ത്വനപ്പെടുത്തി തഴുകി എനിക്ക് വേദനയില്ലാതെ സമാധാനപരമായി മരിക്കുവാനുള്ള സാധ്യതയുണ്ടാക്കി തരണം. അങ്ങനെ ശ്രീരാമൻ ആ അമ്പ് പുറത്തെടുത്ത് ബാലി അവിടെ അന്ത്യശാസനം വലിക്കുകയാണ്. ശരീരം വിട്ടയുടനെ അദ്ദേഹം ഒരു ഈശ്വരീയമായ അസ്തിത്വമായി മാറി വൈകുണ്ഠത്തിലെത്തുന്നതാണ് കഥാതന്തു. ഇതേ തുടർന്ന് ഇതാണ് യഥാർത്ഥത്തിൽ ബാലി സുഗ്രീവ യുദ്ധം. ആ ബാലി സുഗ്രീവ യുദ്ധത്തിൽ അതിൻ്റെ അനന്തരം താരയുടെ ദുഃഖം എന്നുള്ള ഒരു അവസ്ഥയുണ്ട് അവിടെ നിലനിൽക്കുന്നു. ബാലിയുടെ മരണവാർത്ത കേട്ട് താര വളരെയേറെ ദുഃഖിതയായി. അവൾ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് ബാലിയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്തെത്തി.
അവൾ പറയുകയാണ്, എനിക്കെന്തിനാണ് ഈ രാജ്യവും മകനും? ഇനി ഞാൻ എന്തിന് ജീവിക്കണം? എൻ്റെ ഭർത്താവിൻ്റെ ശവസംസ്കാര ചിതയിൽ ഞാൻ ചാടുന്നതല്ലേ നല്ലത്? ശ്രീരാമ, അങ്ങേക്ക് എന്നെയും കൊല്ലരുതോ? എൻ്റെ പ്രിയതമന് എന്നിൽ നിന്നുള്ള വേർപാട് സഹിക്കാൻ കഴിയില്ല. അങ്ങ് എന്നെ കൊന്ന് എൻ്റെ പ്രിയതമൻ്റെ കൂടെ അയച്ചാൽ എൻ്റെ മക്കളെ വിവാഹം കഴിച്ച് അയച്ചാൽ അതിൻ്റെ പുണ്യം അങ്ങേക്ക് ലഭിക്കും. ശ്രീരാമ, അങ്ങൊരു രാജകീയമായ രാജവംശത്തിലെ രാജാവാണ്. അങ്ങയുടെ ഭാര്യയിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനാൽ വേർപിരിയലിൻ്റെ ദുഃഖം അങ്ങേക്ക് നന്നായി അറിയാം. സുഗ്രീവ, നിന്റെ ദുഃഖം ഉപേക്ഷിച്ച് ശ്രീരാമനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയും രാജകീയമായ എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കുകയും ചെയ്യുക എന്നൊക്കെ ദുഃഖത്താൽ അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. താരയെ കേട്ട് ശ്രീരാമൻ അവളെ ആശ്വസിപ്പിക്കുകയാണ്. താരാദേവി, അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത്? അതിൻ്റെ ആവശ്യമേ ഇല്ല. അങ്ങയുടെ ഭർത്താവായ ബാലി ആ കാണുന്ന ശരീരമോ അതോ ജീവനോ? ശരീരം 5 അടിസ്ഥാന ഘടകങ്ങൾ ചേർന്നതാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിവയാൽ അത് നിർമ്മിതമായിരിക്കുന്നു. അതിൽ രക്തം, ചർമ്മം, അസ്ഥികൾ എന്നിവയാൽ ആ 5 ഘടകങ്ങളെ ഒന്നിച്ചു ചേർത്ത് നിർത്തുന്നു. എന്നാൽ ശരീരം വിലയില്ലാത്തതാണെന്ന് അറിഞ്ഞാലും പക്ഷെ ജീവൻ നമ്മുടെ സത്തയാണ്. അത് ജനിക്കാത്തതാണ്. അതിന് മരണവുമില്ല. അതിന് സുഖദുഃഖങ്ങളുടെ ഒരു സ്വത്വവുമില്ല. സുഖദുഃഖം, ചൂട്, തണുപ്പ്, നല്ലത്, ചീത്ത തുടങ്ങിയ ജീവിതത്തിൻ്റെ ദ്വന്ദ്ങ്ങളാൽ ഇത് ബാധിക്കപ്പെടുന്നേയില്ല. ഈ ജീവൻ മാത്രമാണ് നമ്മൾ എല്ലാവരിലും പൊതുവായുള്ളത്. ഗുണങ്ങളും ചാഞ്ചാട്ടങ്ങളും ഇല്ലാത്ത കുറ്റമറ്റ ഏക യാഥാർത്ഥ്യമാണിത്. ഈ തത്വം അങ്ങ് മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ ദുഃഖിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് നമ്മൾക്ക് തന്നെ തിരിച്ചറിവുണ്ടാകും. താര ശ്രീരാമനോട് ചോദിക്കുകയാണ്, ഭഗവാൻ, ശരീരം, മനസ്സിനും ആത്മാവിനും പിന്നിലെ തത്വങ്ങളെക്കുറിച്ച് എനിക്ക് വിശദമായി ഉപദേശിച്ചു തന്നാലും സുഖദുഃഖം എന്താണ് ബാധിക്കുന്നതെന്ന് എന്നോട് പറയൂ. ശ്രീരാമൻ അവൾക്ക് ജീവിതത്തിൻ്റെ രഹസ്യ തത്വത്തെക്കുറിച്ച് ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ നീ എൻ്റെ മുമ്പിൽ സമർപ്പിതയായി ജീവിതം നയിച്ചതിനാൽ ഈ ജന്മത്തിൽ നിൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് എന്നെ കാണാൻ കഴിഞ്ഞത്. നിൻ്റെ ദുഃഖം ഉപേക്ഷിച്ച് എൻ്റെ രൂപത്തെ ധ്യാനിച്ചും എൻ്റെ നാമം നിരന്തരം ജപിച്ചും ജീവിക്കുക. അങ്ങനെ നിനക്ക് മോചനം നേടാൻ സാധിക്കും. ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് അതുവരെ ശരീര കേന്ദ്രീകൃതമായിരുന്ന അഹങ്കാരം ഉപേക്ഷിച്ച് താര സംയമനം പാലിക്കുകയാണ്. ഇവിടെ താമസിക്കുമ്പോൾ അവൾ ജീവൻ മുക്തയായ ഒരു ആത്മാവായി, ഒരു ജീവൻ മുക്തയായി ജീവിതം തുടർന്നു. ശ്രീരാമനോടൊപ്പമുള്ള സത്സംഗം കാരണം അവളുടെ ഭക്തി വളർന്നു. അവൾ പരമമായ ബ്രഹ്മതത്വത്തിലെത്തി. സുഗ്രീവനും ശ്രീരാമനെ ശ്രദ്ധയോടെ കേട്ടു. അവൻ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഇനി നമ്മളുടെ സൗഹൃദത്തിലെ അടുത്ത ഘട്ടങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം ശ്രീരാമനോട് നിർദ്ദേശം തേടുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഇനിയുള്ള കഥാഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിലും കൂടെ നമ്മൾ കിഷ്കിന്ധാകാണ്ഡത്തിലെ കഥാതന്തുവിലൂടെ യാത്ര ചെയ്യും. അതിനുശേഷം ഇവിടെ നമ്മൾ കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നുണ്ട്. അവയുടെയൊക്കെ താത്വികമായ വശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കും. അതുകൊണ്ട് എന്നത്തെയും പോലെ നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥനയാണ്, പരമാവധി ഈ എപ്പിസോഡുകളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കുമൊക്കെ എത്തിച്ചു നൽകുക. യതീശയുടെ ഈ ഒരു ഉദ്യമത്തിന് ഞങ്ങളുടെ കൂടെ നിങ്ങളും പങ്കാളികളാകുക. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നമസ്കാരം.